വ്യക്തിത്വ വികസനം ക്ലാസുകൾ കാത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ധ്യാൻ ജാഗരൻ്റെ കൂപ്പുകൈ. ഇന്നത്തെ നമ്മുടെ വിഷയം ക്രിസ്തുവും തത്വമസിയും. ഇതാണ് വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട് ക്രിസ്തു ലോകത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയായതുകൊണ്ട് ക്രിസ്തു. തത്വമസി ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആത്മീയ ശാസ്ത്രമായതുകൊണ്ട് ഉപനിഷത്തിലെ തത്വമസിയും നമ്മൾ ചർച്ച ചെയ്യും. ഋഷിമാർ, മഹർഷിമാർ അവരാണ് നമ്മുടെ മനുഷ്യൻ്റെ ആന്തരലോകം. അത് മനസ്സിൻ്റെ ലോകമല്ല. ശാസ്ത്രജ്ഞന്മാർ, സാധാരണ ശാസ്ത്രജ്ഞന്മാർ, അവർ ബാഹ്യലോകം, നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാവുന്ന ലോകത്തിലേക്ക് അന്വേഷിക്കും. ഊർജം എന്താണ്, വസ്തുക്കൾ എന്താണ്, ഗ്രാവിറ്റേഷൻ എന്താണെന്നൊക്കെ അന്വേഷിക്കും. അതിൻ്റെ ഫലമാണ് ടെക്നോളജി അഥവാ സാങ്കേതിക വിദ്യ. മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ എത്തുന്നതൊക്കെ അതുകൊണ്ടാണ്. എല്ലാ രീതിയിലുള്ള സാങ്കേതിക വിദ്യയും സയൻസ്. ഇനി എത്ര വലിയ സയൻറ്റിസ്റ്റ് ആയാലും അയാൾക്ക് ഒരു ആന്തരികത, ഒരു ഉള്ള് ഉണ്ടെന്ന് പൊതുവെ അറിയില്ല. അപ്പോൾ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? നമ്മുടെ നാട്ടിലെ ഭാരതത്തിലെ ഋഷിമാർ, മഹർഷിമാർ ആന്തരികമായി അന്വേഷിക്കുന്ന സയൻറ്റിസ്റ്റുകളാണ്. നമ്മളുടെ മനസ്സിനും ബുദ്ധിക്കും ശരീരത്തിനൊക്കെ പിന്നിൽ അപ്പുറം ഒരു കേന്ദ്രം ഉണ്ടെന്ന് അവർ കണ്ടെത്തി. ആ കേന്ദ്രം ശരീരത്തിലല്ല കേട്ടോ. ഇപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും. സ്വപ്നം കാണുമ്പോൾ നമ്മൾ ശരീരവുമായിട്ടുള്ള നമ്മുടെ ബോധം വിടുകയാണ്. പിന്നെ ശരീരം എവിടെയാണ്? ശരീരബോധമില്ലെങ്കിൽ സ്വപ്നത്തിൽ ഈ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായ ഏതോ ഒരു അസ്തിത്വമുണ്ട്. അതിന് സൂക്ഷ്മ ശരീരമെന്ന് പറയാം, സബ്റ്റിൽ ബോഡി. അത് പിന്നീട് വിശദീകരിക്കും. അതിലാണ് നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ ബോധം വ്യാപരിക്കുന്നത്. ശരീരമല്ലാത്ത സൂക്ഷ്മ ശരീരം. വീണ്ടും ആഴത്തിലേക്ക് പോയാൽ ആണ് മനുഷ്യൻ്റെ യഥാർത്ഥ കേന്ദ്രത്തിലെത്താനാകുക. അങ്ങനെ കേന്ദ്രം മനുഷ്യനുണ്ടെന്ന് അറിയില്ല എന്നുള്ളത് ഒരു സമൂഹം പറഞ്ഞിട്ടില്ല. അറിഞ്ഞിരിക്കുന്നത് ഇത്തരം ഋഷിമാരാണ്. അതിന് ഒരു പ്രത്യേക അന്വേഷണവും ആവശ്യമാണ്. ഇപ്പം നമ്മൾ ആധ്യാത്മികത അഥവാ ആധ്യാത്മികത എന്താണെന്ന് പോലും നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കപ്പെടുന്നില്ല. ആത്മാ അവനവൻ, ആത്മീയത അവനവൻ്റെ ഉള്ളിലേക്കുള്ള അന്വേഷണമാണ്. ബാഹ്യലോകത്തെ അന്വേഷണമല്ലത്. അവനവൻ്റെ ഉള്ളറിഞ്ഞാലേ ബാഹ്യലോകത്തറിയാൻ പറ്റും. ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെ വാക്കുകളും അതിലെ വാചകങ്ങളുടെയും അർത്ഥമറിയാൻ എന്താ മാർഗം? ചൂണ്ടിക്കാണിക്കുന്ന മീനിങ് അറിയാൻ എന്താ മാർഗം? അപ്പോൾ ഞാൻ തത്വമസിയായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ശരിയായ അന്വേഷണമില്ലെങ്കിൽ വലിയ തെറ്റുകളുടെ നൂലാമാലകളിൽപ്പെട്ട് വിഷമിക്കുകയുള്ളൂ. ആധ്യാത്മികമായ സാക്ഷാത്കാരം, സത്യത്തെ അറിയൽ അങ്ങനെ സാധിച്ച ഋഷിമാരായോ ഗുരുക്കന്മാരായോ നമ്മൾ ബന്ധപ്പെട്ടാൽ മാത്രമേ ഉപനിഷത്ത് എന്താണെന്നോ അതിലെ വാക്യങ്ങൾ എന്താണെന്നോ നമുക്കറിയാൻ പറ്റും.
അല്ലാതെ പറ്റില്ല. ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ ഉപനിഷത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. പല പാശ്ചാത്യരായ പണ്ഡിതന്മാരുടെ ഷോപ്പനോവർ, മാക്സ് മുള്ളർ, കാൻ്റ്, പലരുണ്ട് അല്ലേ, യുങ് ഉണ്ട്, മനഃശാസ്ത്രജ്ഞനാണ്. ഇവരെയൊക്കെ പുസ്തകങ്ങൾ, പല ആളുടെയും പുസ്തകങ്ങൾ പഠിച്ച് ഉപനിഷത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു പ്രൊഫസർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. ആ പുസ്തകം യഥാർത്ഥ അന്വേഷണമില്ലാതെ ആധ്യാത്മികത അറിയാനുള്ള ശ്രമമാണ്. എന്തെല്ലാം തെറ്റുകളാണ്, അബദ്ധ പഞ്ചാംഗമാണ് ആ പുസ്തകമെന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പറയും, ഞാൻ ചൂണ്ടിക്കാണിക്കാം അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനു മുമ്പ് നമ്മൾ ഇങ്ങനെയൊരു സത്യാന്വേഷണ ആരെ കാണുമ്പോഴാണ് അയാളിൽ എന്തെങ്കിലും ഉൾക്കാഴ്ച വരുന്നത്? അരുണാചലം എന്നൊരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അരുണാചലം കുന്നുകളത്. അതിൻ്റെ താഴ്വരയിൽ ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ്, 60-80 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു മഹാഗുരുവാണ് രമണ മഹർഷി. അദ്ദേഹത്തെ പോൾ ബ്രണ്ടൻ എന്ന ഒരു അന്വേഷകൻ, പോൾ ബ്രണ്ടൻ, വെസ്റ്റേൺ പാശ്ചാത്യൻ, നേരിട്ട് കാണാണ്ടായി. ചെന്ന് കണ്ടു. എന്നിട്ട് അദ്ദേഹം കണ്ടു രമണ മഹർഷി അവിടെ ഉപവിഷ്ടനാണ്. അദ്ദേഹം പോൾ ബ്രണ്ടൻ ചോദിച്ചു, യു ആർ ടോക്കിംഗ് അബൌട്ട് എ സെൽഫ്. വാട്ട് ഈസ് സെൽഫ്? If I am getting self, can I go to heaven? ഈ സെൽഫ് എന്ന ആത്മസത്തയെക്കുറിച്ച് അങ്ങ് സംസാരിക്കുന്നു. ആ സംസാരിച്ച് ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകാനാകുമോ എന്നാണ് ബ്രണ്ടൻ ചോദിച്ചത്. രമണ മഹർഷി പുഞ്ചിരിച്ചു പറഞ്ഞു, ആർക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ് ചോദിച്ചത്? എനിക്ക്. ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്നാ ചോദിച്ചത്. ഇവിടെ രമണ മഹർഷി പറഞ്ഞു, നമ്മളാണെങ്കിൽ പറയും ഉടനെ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം വിളമ്പും. ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇന്നിന്ന സന്മാർഗം ചെയ്താൽ നിങ്ങൾ സ്വർഗത്ത് പോകും, ആകാശത്തുള്ള സ്വർഗത്തിൽ പോകുമെന്ന് പറയും. രമണ മഹർഷി പറഞ്ഞു, ആര് സ്വർഗത്ത് പോകും? ആരുടെ കാര്യം പറയുന്നത്? പോൾ ബ്രണ്ടൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകും, ഞാൻ സ്വർഗത്തിൽ. മഹർഷി പറഞ്ഞു, ആദ്യത്തെ വാക്ക് ഞാൻ സ്വർഗത്തിൽ പോകും താങ്കൾ പറയുമ്പോൾ വാട്ട് ഈസ് ഞാൻ? ഈ പോകുന്ന ഞാൻ എന്താണെന്നറിയാമോ? അപ്പോഴേക്കും ബ്രണ്ടന് ആകെ ഒരു ഷോക്ക് കിട്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നു. രമണ മഹർഷി പറഞ്ഞു, നിങ്ങൾ സങ്കല്പിക്കുന്ന ഞാൻ സമൂഹം തന്ന നിങ്ങളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വാക്ക് മാത്രമാണ്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റുള്ളവരിൽ നിന്നും. യു എന്ന് പറയുമ്പോൾ വേറെ ആളെ ചൂണ്ടിക്കാണിക്കുന്നു. ഞാനെന്ന് പറയുമ്പോൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ഞാൻ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങൾ ആരാണ്? സ്വർഗത്ത് പോകാൻ അറിയാൻ ബ്രണ്ടനാകെ വിഷമിച്ചു. ഉള്ളിലിരിക്കുന്ന ഞാനോ? അങ്ങനെയുണ്ടോ? പിന്നെ സമൂഹം നിങ്ങൾക്ക് തന്ന ഒരു പേരാണ് ബ്രണ്ടൻ. സമൂഹം തന്ന പേര്, അത് നിങ്ങളുടെ ഉള്ളല്ല. സമൂഹം നിങ്ങൾക്ക് തന്ന ഒരു ജോലിയാണ് അന്വേഷകൻ. അപ്പോൾ നമ്മൾ എന്തന്വേഷിക്കുന്നു എന്നെല്ലാം സമൂഹം നിശ്ചയിച്ച് നമ്മളുടെ മീതെ ഒരു ലേബൽ ഒട്ടിക്കും. അധ്യാപകനാണ്, വക്കീലാണ്, തൊഴിലാളിയാണ്, എൻജിനീയറാണ്, ഇതെല്ലാം ജോലിയാണ്. ഈ ജോലി നമ്മളാണെന്ന് കരുതിയാണ് പലരും ജീവിക്കുന്നത്. ഈ ചർമ്മക്കോളത്തിൽ കണ്ടിട്ടില്ലേ? ചർമ്മക്കോളം അല്ലേ? ഇന്ന സ്ഥലത്ത് ഇന്ന ഓഫീസർ മരിച്ചു, ഓഫീസറുള്ള ജോലിയായിരുന്നു, ജോലി മരിക്കുമോ? ഇതെന്താ? സമൂഹം തരുന്ന വ്യക്തിത്വം, സമൂഹം നൽകുന്ന ലേബൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന ജോലി. അതൊരിക്കലും നമ്മളുടെ ഉള്ളിലെ വ്യക്തിത്വമല്ല. റിക്ഷ വലിക്കാറുണ്ട്, കുതിര റിക്ഷ വലിക്കും. കുതിരയെ നമ്മൾക്ക് വണ്ടിക്കാരൻ എന്ന വ്യക്തിത്വം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മനുഷ്യനും വലിക്കാൻ വണ്ടി.
അയാൾക്ക് വണ്ടിക്കാരെന്ന വ്യക്തിത്വം കൊടുക്കാം. കുതിരയുടെയും മനുഷ്യൻ രണ്ടുപേരും വണ്ടിക്കാരനാണോ? വ്യത്യാസം കണ്ടോ? ചെയ്യുന്ന ജോലിയാണ് ഞാനെന്ന് വിചാരിക്കുന്നവരാണ് ഭൂമി നിറയെ അല്ല എന്ന് ഈ ഋഷിമാർ പറഞ്ഞു. ഇപ്പോൾ ഒരു ഋഷി ആരാണ് ഇവിടെ പറഞ്ഞ ആൾ? രമണ മഹർഷി. യുങ് എന്ന ഒരു പാശ്ചാത്യ ചിന്തകനുണ്ട്. യുങ് മനസ്സിൻ്റെ വിശകലനം ചെയ്യുന്ന ആളാണ്, സൈക്കോ അനാലിസിസ്. അദ്ദേഹം ഒരിക്കൽ തമിഴ്നാട്ടിൽ വന്നപ്പോൾ രമണ മഹർഷിയുടെ അടുത്തുകൂടി പോയി ചെല്ലാൻ പറഞ്ഞു. യുങ് പോയില്ല. യുങ്ങിന് ഭയം. കാരണം എന്താ? അത്തരം ആളുകളെ കണ്ടാൽ ഇദ്ദേഹത്തിൻ്റെ മനോവിശ്ലേഷണം പൊളിയും. ഇതാ പ്രശ്നം. അവർക്കൊക്കെ ആധ്യാത്മികമായ ഉൾക്കാഴ്ച ഉള്ളവരെ പേടിയാണ്. അതാ പ്രശ്നം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് തത്വമസി എന്ന ആ വാചകം എവിടെ നിന്നുണ്ടായി? അത് ഉപനിഷത്തുക്കളിൽ എങ്ങനെ വന്നു? എന്താണ് അതിൻ്റെ അർത്ഥം? അതും വ്യക്തിത്വവും തമ്മിൽ എന്താ ബന്ധം? ഒരു ഉപനിഷത്തിലെ ഗുരു അദ്ദേഹം മകനോട് ഉപദേശിക്കുന്ന, ശ്വേതകേതു എന്ന മകൻ്റെ പേര്, ഉപദേശിക്കുന്ന ഒരു വാക്യമാണ് തത്വമസി. ഈ വാക്യത്തിൻ്റെ അർത്ഥം നമ്മളുടെ തത്വമസി എന്ന പുസ്തകത്തിൽ പറയുന്നത് 90% 100% വിഡിത്തമാണ്. ഞാനത് ഒന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാം. തത്വമസി എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ പേജ് 130. തത്വമസിയുടെ സാരം. തത് വെളിയിലുള്ളതാണ്, ത്വം ഉള്ളിലും. രണ്ടും തമ്മിൽ അകലമുണ്ട്. ഈ അകലമില്ലാത്തതാണ്. അകലമില്ലെന്നുള്ള അറിവ് മനുഷ്യനില്ല. ഈ അകലമില്ല. തത് വെളിയിലുള്ളത്, വിച്ച് ഈസ് ഔട്ട്സൈഡ്. എന്തിൻ്റെ വെളിയിൽ എന്ന് പറയുന്നില്ല. ത്വം ഉള്ളിലുള്ളത്. എന്തിൻ്റെ ഉള്ളിലുള്ളത്? ത്വം ഉള്ളിലുള്ളതെന്നും തത്ത് വെളിയിലുള്ളതെന്നും അല്ല അർത്ഥം. ആ തത്വമസി എന്ന പുസ്തകം എഴുതിയ ആൾ തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു? ആധ്യാത്മിക ഗുരുക്കന്മാരായി ബന്ധമില്ല. പാശ്ചാത്യരായ കുറേ ആളുകളുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് അദ്ദേഹം ആത്മീയാന്വേഷണം നടത്തി. ആത്മീയാന്വേഷണം നടത്തേണ്ടത്, ആധ്യാത്മിക അന്വേഷണം നടത്തേണ്ടത് ഒരിക്കലും പല പണ്ഡിതന്മാരുടെയും പുസ്തകം വായിച്ചിട്ടല്ല, ആത്മീയ ഗുരുക്കന്മാരായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വാമി വിവേകാനന്ദന് ആധ്യാത്മിക ജ്ഞാനം കിട്ടിയത് ലോകത്തുള്ള പുസ്തകം മുഴുവൻ വായിച്ചിട്ടല്ല, ശ്രീരാമകൃഷ്ണ പരമഹംസരിൽ നിന്നാണ്. ചിന്മയാനന്ദ സ്വാമിക്ക് ആധ്യാത്മിക അറിവ് കിട്ടിയത് തപോവന സ്വാമി എന്ന സന്യാസി ഗുരുവിൽ നിന്നാണ്. ആദിശങ്കരന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നാണ്. യേശുവിനും ഗുരു ഉണ്ടായിരുന്നു. അത് ഞാൻ ആ കാര്യത്തിലേക്ക് അധികം കിടക്കുന്നില്ല. ഇനി എന്താണ് തത്വമസി? തത്ത് ഉള്ളും ത്വം പുറവും എന്ന് പറഞ്ഞ് എന്തിൻ്റെ ഉള്ള് എന്തിൻ്റെ പുറമെന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് മനസ്സാണ് ഉള്ളെന്നൊക്കെ ധരിക്കുന്ന ആളാണേ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ അബദ്ധങ്ങളാണ് നാട്ടിൽ. ഈ പുസ്തകത്തിന് 10 അവാർഡ് കിട്ടി, കേന്ദ്ര സാഹിത്യ അവാർഡ് കിട്ടി. ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഈ പുസ്തകത്തിന് അവാർഡ് കൊടുക്കാൻ സാധിക്കുന്നത് എങ്ങനെ? പറ്റില്ല. ആധ്യാത്മികമായ അറിവുള്ളവർ ഈ പുസ്തകത്തിന് 100ൽ ഒരു 5 മാർക്ക് കൊടുക്കും. കഷ്ടപ്പെട്ടതല്ലേ, അത്രയേ ഉള്ളൂ, ജയിക്കില്ല. പോട്ടെ, ഇതാണ് സത്യം. ഈ അദ്ദേഹം ഒരു വിമർശകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വിമർശിക്കാൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അദ്ദേഹവുമായിട്ട് ആൻ്റഗോണിസം, ശത്രുതയോ എതിർപ്പുള്ള ആളല്ല ഈ ധ്യാൻ ജാഗരൻ. അദ്ദേഹം വിമർശിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചെന്ന വഴി അത് തെറ്റാണെന്നും ശരിയായ വഴിയിലൂടെ ആത്മീയത അന്വേഷിക്കണമെന്ന് പറയുന്നതാണ് നന്മ. ആ നന്മയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി തത്വമസി അല്ലേ എന്നത് ഒരു ഉപനിഷത്തെന്ന് വെച്ചാൽ ഏകദേശം ആ തത്വമസി അർത്ഥം പറയും മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. ഒരു 10,000-10,000 വർഷം മുമ്പ്
മോർ ദാൻ 10,000 ഇയേഴ്സ് ബാക്ക് ഉപനിഷത്തുണ്ട്. രാമായണത്തിലൊക്കെ ഉപനിഷത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. ജനകൻ്റെ സദസ്സിൽ ഋഷിമാർ വരുന്നതും ചർച്ച ചെയ്യുന്നതും. രാമായണത്തിൻ്റെ കാലാവധി ഏകദേശം 10,000 വർഷം മുൻപാണ്. ഇതിനൊക്കെ ഇന്ത്യയിലെ പണ്ഡിതന്മാർ അതിനൊക്കെ തെളിവ് സഹിതം ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാലനിർണ്ണയം കൃത്യമായി നടത്തിയിട്ടുണ്ട്. കൃഷ്ണൻ്റെ കാലം നമ്മൾക്ക് നിന്നും 5000 കൊല്ലം മുമ്പാണ്. അന്നും കൃഷ്ണൻ പറയുന്നുണ്ട്, ഋഷിമാർ പറഞ്ഞ ആശയങ്ങളാണ് ഞാൻ ഭഗവത്ഗീത പറയുന്നത്. കൃഷ്ണൻ്റെ കാലം നമ്മൾ ഇന്ന് 5000 കൊല്ലം മുമ്പാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് ഉപനിഷത്തിൻ്റെ കാലഘട്ടം BC 1000-നും BC 500-നും ഇടയിൽ. ക്രിസ്തുവിന് 1000 കൊല്ലം മുമ്പ്, ക്രിസ്തുവിന് 500 കൊല്ലം മുമ്പിനിടയിൽ. അപ്പോൾ ക്രിസ്തുവിന് 1000 കൊല്ലം മുമ്പെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കാലം 2000 കൊല്ലം മുമ്പ്. ക്രിസ്തുവിന് 1000 കൊല്ലം മുമ്പെന്ന് പറഞ്ഞാലോ ഒരു 3000 കൊല്ലം മുമ്പാണ് ഉപനിഷത്തിൻ്റെ കാലം എന്ന് അങ്ങേര് പറയുന്നത്. കൃഷ്ണൻ്റെ കാലം വീണ്ടും 2000 കൊല്ലം പറയില്ല, അന്ന് ഉപനിഷത്തുണ്ട്. രാമൻ്റെ കാലം 10,000 കൊല്ലമുണ്ട്, അന്ന് ഉപനിഷത്തുക്കളുണ്ട്. അപ്പോൾ ഇങ്ങർക്കൊന്നും അറിയില്ല. എവിടെ നിന്ന് കിട്ടി ഈ അറിവ്? ബുദ്ധൻ്റെ കാലം യേശുവിന് 500 കൊല്ലം മുമ്പാണ്. അപ്പോൾ അതിന് തൊട്ട് മുൻപാണ് ഉപനിഷത്ത് എന്നാണ് ഇങ്ങേര് പറയുന്നത് ഈ പുസ്തകത്തിൽ. ഇത് പാശ്ചാത്യർ കണ്ടുവെച്ച സമയമാണ്. അവർ ഇന്ത്യയിലെ പുരാണ ഗ്രന്ഥങ്ങളെല്ലാം സങ്കല്പമാണെന്ന് നുണ പറഞ്ഞവരാണ് ഈ കാലഘട്ടവും തെറ്റിപ്പറഞ്ഞത്. നമ്മുടെ ചരിത്ര വിദ്യാർത്ഥികൾ MSc, MA ഹിസ്റ്ററി, BA ഹിസ്റ്ററിയൊക്കെ പഠിച്ച ആളുകളും അധ്യാപകരും പ്രൊഫസർമാരും ഈ മണ്ടത്തരമാണ് ചുവന്നുകൊണ്ട് നടക്കുന്നത്. എപ്പോൾ അതായത് യേശുവിന് 1000 കൊല്ലം മുമ്പ് ഉപനിഷത്തെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതാണ് ഈ രാമനോ കൃഷ്ണനോ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിന് തെളിവുകളും ഞാൻ ഉദ്ധരിക്കുന്നില്ല, ഒന്ന് സൂചിപ്പിക്കാം. സാക്ഷാൽ വ്യാസൻ ജീവിച്ചിരുന്ന ആളാണ്, അല്ല ഗ്രന്ഥം ഉണ്ടാകില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കിയാൽ വ്യാസൻ്റെ ബന്ധുവാണ് കൃഷ്ണൻ. ആ ഫാമിലി മുഴുവൻ വ്യാസൻ്റെ ബന്ധു ശൃംഖലയാണ്. വ്യാസനുണ്ടെങ്കിൽ ബന്ധുക്കളുണ്ടാവണ്ടേ? വ്യാസനില്ലാതെ പുസ്തകം ഉണ്ടാവുക? അപ്പോൾ എന്തൊരു മഹാവിഡിത്തമാണ് നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. വ്യാസനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാസൻ്റെ ബന്ധുക്കളും ആ സമൂഹം ഉണ്ടാകണം. വ്യാസൻ ലോകത്തൊറ്റയ്ക്ക് വന്ന് ജീവിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ വ്യാസൻ്റെ ആ ബന്ധം ഞാൻ വിശദീകരിച്ച സമയം കളയുന്നില്ല. വ്യാസൻ്റെ കുടുംബ ബന്ധുക്കളാണ് ധൃതരാഷ്ട്രനും പാണ്ഡവും ഒക്കെ, അവരുടെ ബന്ധുവാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ ജീവിച്ചൊന്ന് തെളിവ് അതിൽ പരം വേണോ? ചെയ്യാൻ പറ്റും. ആ കോമൺ സെൻസ് തന്നെ നാട്ടിലില്ല. നമ്മൾ പറഞ്ഞു വന്നത് 10,000-ലധികം വർഷം പഴക്കമുണ്ട് ഉപനിഷത്ത് എന്ന വേദാന്ത ഗ്രന്ഥത്തിന്. അത് മനസ്സിലാക്കാൻ വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസരെ കണ്ടു, അല്ലാതെ മനസ്സിലാകില്ല. ആ ആശയങ്ങൾ മനസ്സിലാക്കാൻ കാരണം വാക്കുകളുടെ അർത്ഥം വരുന്നത് ഡിക്ഷണറിയിൽ നിന്നല്ല. സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത്, വാക്യങ്ങളുടെ അർത്ഥം വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ്. അത് പറയുന്ന ആളുടെ ഉള്ളിൽ നിന്നാണ്. ഇപ്പം ഞാൻ സംസാരിക്കുകയാണ്, ലൈറ്റ്, പ്രകാശം. ഞാൻ അന്ധനാണെങ്കിൽ എനിക്കതർത്ഥമില്ല, പ്രകാശം അറിയില്ല, പറയാ വാക്ക് കേട്ടിട്ട് പറയാം അല്ലേ? മ്യൂസിക്, സംഗീതം, ചെവി എനിക്ക് കേൾക്കില്ലെങ്കിൽ സംഗീതം എന്താണെന്ന് ഇതിനൊരർത്ഥമില്ല. അപ്പോൾ വാക്കുകളുടെ അർത്ഥം വരണമെങ്കിൽ, വെളിച്ചമെന്ന വാക്കിനർത്ഥം വരണമെങ്കിൽ കാഴ്ച എന്ന അനുഭവം വേണം, അല്ല അർത്ഥമില്ല. അതുപോലെ ഉപനിഷത്ത് ഋഷിമാരുടെ അനുഭവങ്ങൾ ഉള്ള ഋഷിമാർക്ക് അവർ പറയുന്ന വാക്യങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആ ഋഷിമാരുമായി ബന്ധമുള്ള ശിഷ്യന്മാർക്ക് കുറേ മനസ്സിലാവും. ഇപ്പം ഞങ്ങളൊക്കെ ആധ്യാത്മിക ഗുരുക്കന്മാരുമായി അടുത്ത് ബന്ധമുള്ളവരാണ്, സന്യാസം സ്വീകരിച്ച ആളുകളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഗുരുവിൽ നിന്നും അതിൻ്റെ അർത്ഥം ചൂണ്ടിക്കാണിക്കുന്നത് കിട്ടും. അല്ലാതെ കുറേ പണ്ഡിതന്മാർ എഴുതി വെച്ച വിഡിത്തങ്ങളൊക്കെ വായിച്ച് കൂട്ടി അതിൽ നിന്നും ആധ്യാത്മികത പഠിക്കാമെന്ന് കരുതിയാൽ വഴി തെറ്റും. വലിയ ആപത്താണത്. ഇപ്പം നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വലിയ സഹായം. ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ മായം ചേർത്ത ഭക്ഷണം കൊടുത്താൽ ചെറിയ ദോഷം.
പക്ഷേ ആ ദോഷം ഭക്ഷണം കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ മാറിപ്പോകും. ഒരു വിദ്യാർത്ഥിയെ അധ്യാപകൻ ശരിക്ക് പഠിപ്പിക്കുന്നില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷമാണ്. അവൻ്റെ മുഴുവൻ ജീവിതത്തെയും ബാധിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇന്നിപ്പോൾ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ അറിയുന്ന അധ്യാപകർ വിരളോ. അപ്പോൾ അധ്യാപകന് പഠിപ്പിക്കാൻ അറിയില്ല, ഭംഗിയായി പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് വിദ്യാർത്ഥിയുടെ ഭാവിയെ ബാധിക്കും. അത് കൂടുതൽ ദോഷമാണ്. ഭക്ഷണത്തിന് ഉണ്ടാക്കുന്ന ദോഷത്തിൻ്റെ 100 ഇരട്ടി ദോഷമാണ് വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന തെറ്റുവരുത്തിയാൽ. എന്നാൽ ആത്മീയ ഗ്രന്ഥങ്ങളിൽ തെറ്റുവരുത്തിയാൽ ജന്മാന്തരങ്ങളോളം ദോഷമാണത്. ഭൂമിയിൽ നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ ദോഷമാണ് ആധ്യാത്മികമായിട്ടുള്ള തെറ്റുവരുത്തുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ ഇനി തത്വമസി എന്ന ആ വാദത്തിൻ്റെ ശരിയായ അർത്ഥം ഗുരുക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്ന് നോക്കാം നമുക്ക്. ഉപനിഷത്തുക്കളിലെ ഒരു വാചകമാണത്. ഗുരു ശിഷ്യനോട് പറയുന്ന, ശിഷ്യനോട് മകനാണ് പറയുന്ന, ശ്വേതകേതു എന്നാണ് മകൻ്റെ പേര്, ഉദ്ദാലകൻ എന്നാണ് ഗുരുവിൻ്റെ പേര്. പറയുന്നു സത്യാന്വേഷിച്ച് നടക്കുകയാണ്. വേർ ഈസ് ഗോഡ്, എവിടെയാണ് ദൈവീകത ഉള്ളതെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് കുട്ടി. ആ കുട്ടിയോട് ഫാദർ പറയാണ്, തത്വമസി ശ്വേതകേതു, തത്വം അസി. ഇനി തത്ത് എന്ന് വെച്ചാൽ ഉള്ളും പറയുന്നില്ല, തത്ത് എന്ന് വെച്ചാൽ അത്, ദാറ്റ് എന്നർത്ഥം. തത്ത് ദാറ്റ്, തത്ത് ദാറ്റ് അത് എന്തത്, വാട്ട് യു ആർ സീക്കിങ്, നീ അന്വേഷിക്കുന്ന അത്, അതാണ് തത്ത്. ത്വം നീ, നിൻ്റെ ഉള്ളിൽ നിന്ന് അർത്ഥമുണ്ട്. അസി ആകുന്നു, തത്ത് അത്, ത്വം നീ, അസി ആകുന്നു. നീ അന്വേഷിക്കുന്ന അത് നീയാകുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ചക്കനാണോ ദൈവം? നീ എന്ന് അവിടെ പറയുമ്പോൾ യഥാർത്ഥ നീ, നിൻ്റെ ഉള്ളിലെ കേന്ദ്രമാണ് നീ എന്നാണ് ഗുരു ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മളോട് പറയണേ, നീ വാ നമുക്ക് ഒന്ന് തൃശ്ശൂർ പോകാം, ആരാ നീ ഈ ശരീരം എന്നപ്പോൾ അറിയില്ല. പിന്നെ കുറച്ച് ചിന്തകളും അല്ലേ, അതിൻ്റെ അകത്തുള്ളിലൊന്നും അറിയില്ല. അപ്പം തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നീ അന്വേഷിക്കുന്ന സത്യം നിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ചിന്തിക്കുന്ന ഞാനോ, ഞങ്ങളുടെ ജോലിയോ, എൻ്റെ സ്ഥാനമാനങ്ങളോ, ഞാൻ ഇന്നൊരാഴ്ച പ്രസിഡൻ്റല്ലേ, പിന്നെ എന്തുള്ളു? ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മളുടെ ഈഗോ, ഞാനെന്ന തോന്നൽ എന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവന് ഞാൻ എന്ന തോന്നലില്ല. അടുത്ത ആളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവർ നീ എന്ന് പറയും, നീ. അപ്പോൾ ഇവന് സ്വയം ചൂണ്ടിക്കാണിക്കാൻ ഒരു വാക്ക് വേണം, ഞാൻ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവൻ ഇതെന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇവൻ കരുതും ഞാൻ ഇന്നയാളുടെ പുത്രനാണ്, പുത്രിയാണെന്നൊക്കെ കരുതും. അതൊരു ബന്ധമാണ്, ഉള്ളല്ല. അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്ന ജോലിയാണെന്ന് കരുതും. ഇവൻ എന്തൊക്കെ ചിന്തിക്കുന്നോ അതെല്ലാം ഇവനാണെന്ന് കരുതും. ആ ചിന്തകൾ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ പെരിഫറി അഥവാ വൃത്തപരിധി മാത്രമാണ്, വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രമല്ല എന്ന് ഋഷിമാർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ചിന്തയ്ക്ക് അപ്പുറം പോകാൻ പറ്റുന്ന ടെക്നിക്കുകളും സങ്കേതങ്ങളും ധ്യാനങ്ങളും അവർ പറഞ്ഞത് പരിശീലിച്ചാൽ പോകാൻ പറ്റും. സമ്മതിക്കുന്നില്ലെങ്കിൽ പോകാൻ പറ്റില്ല. പല നിഷേധിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്നേ മാഷ് പലതും പറയും. നമ്മളെന്ന് വെച്ചാൽ ഈ ശരീരമല്ലേ, പിന്നെ ഈ മനസ്സല്ലേ, അതിനപ്പുറം എന്തെന്നാണ് ചോദിക്കുന്നത്? വെറുതെ അത്. ഇപ്പം ഞാൻ മനസ്സെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ നമ്മൾ ചിന്തകളുടെ കൂട്ടത്തെ മനസ്സെന്ന് പറയുന്നത്. ആ ചിന്തകളുടെ ആകത്ത്, ടോട്ടാലിറ്റി ആകത്തുകയെ നമുക്ക് കാണാമല്ലോ. ഇപ്പം ഞാനൊരു വസ്തുവിനെ ചിന്തിക്കുന്നു, ഒരു പഴം ചിന്തിക്കുന്നു, ആ പഴത്തെ നമ്മൾക്ക് കണ്ണടച്ചാലും കാണാം. അപ്പോൾ ചിന്തകളെ കാണുന്ന എന്തോ ഒന്ന് നമ്മളുള്ളത് കൊണ്ടാണ് അത് കാണുന്നത്. കണ്ടോ, ചിന്തകൾ വേറെ, അത് കാണുന്ന ആ ചൈതന്യം വേറെ. അത് വേറെ ഒന്നും മനസ്സിലായില്ലേ? ആ ചൈതന്യം ഏറ്റവും അകത്തിരിക്കുന്ന കേന്ദ്രത്തിൻ്റെ സ്പാർക്ക് അഥവാ തീപ്പൊരി മാത്രമാണ്. നമ്മൾക്കുണ്ട്. അപ്പോൾ എന്ത്? ആ ഉള്ളിൽ ലക്ഷണം, അകത്തിരിക്കുന്ന തീപ്പൊരി. ആ ഏറ്റവും ഉള്ളിലേക്ക് പോയാൽ
നമ്മൾ ഈ അസ്തിത്വത്തിൻ്റെ നിലവിലുള്ള വസ്തുക്കളെല്ലാം സംസ്കൃതത്തിൽ അസ്തിത്വം എക്സിസ്റ്റൻസിനെ കിട്ടി പറയും. എക്സിസ്റ്റൻസ് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകാൻ, നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ, നമ്മളെ കേന്ദ്രത്തിലേക്ക് പോയാൽ ദൈവികതയുമായിട്ട് കണ്ടുമുട്ടും. അത്രയേ ഉള്ളൂ. പുറത്തേക്ക് പോയാൽ ദൈവികതയുമായിട്ട് കണ്ടുമുട്ടില്ല എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന, നമ്മളുടെ ഞാൻ ഇന്നതാകുന്നു എന്ന് കരുതുന്നത് നമ്മളുടെ ചിന്ത മാത്രമാണ്, ചിന്തയല്ല നമ്മൾ എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. യേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ക്രിസ്തു പറയുന്നുണ്ട്. ഒരു റബി എന്ന് വെച്ചാൽ ആരാ? ഒരു യഹൂദ പുരോഹിതൻ. നമ്മൾ ചോദിച്ചു, വേർ ഈസ് യുവർ കിങ്ഡം ഓഫ് ഗോഡ്? നിങ്ങളുടെ ദൈവ സാമ്രാജ്യം എവിടെയാണ്? ഇത് നമ്മളുടെ ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിഹാസം ഇംഗ്ലീഷ് എഴുതിയ മിൽട്ടൺ എന്ന മഹാകവിയുണ്ട്, വാഴ്ത്തപ്പെടുന്ന ആൾ. അദ്ദേഹം പറയുന്നത് സ്വർഗരാജ്യം ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന മകുടം, റൂഫ്, മേൽക്കൂര, അത് അങ്ങോട്ട് അളന്നിട്ട് 3 ഇരട്ടിയാണ് മുകളിലേക്ക് പോയാൽ സ്വർഗമായി എന്നാണ് ആര് പറയുന്നത്? മിൽട്ടൺ എന്ന ഇതിഹാസം എഴുതിയ പാശ്ചാത്യ പണ്ഡിതൻ, കവി. യേശു അങ്ങനെയല്ല പറഞ്ഞത്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദൈവ സാമ്രാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. ഈ ആശയം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വീണ്ടും കേൾക്കുന്നത് നല്ലതാ. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ അസാധാരണമായ എന്തോ ഉണ്ടെന്നാണ് യേശുദേവൻ പറയുന്നത്. ആരും അത് മൈൻഡ് ചെയ്യുകയുമില്ല. എന്നിട്ട് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ദൈവസാമ്രാജ്യം നിങ്ങളുടെ ഇടയിൽ നിന്നാക്കി. ഉള്ളിൽ നിന്നുള്ള മനസ്സിലാവുന്നില്ല അല്ലേ? മനുഷ്യന് ശരീരമുണ്ട്. സ്വപ്നം കാണുമ്പോൾ നമ്മളുടെ ആ ബോധം സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകുന്നു, അതറിഞ്ഞുകൂടാ. ശരീരമല്ലാതെ വേറൊന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കേന്ദ്രം ശരീരത്തിൻ്റെ കേന്ദ്രമല്ല, സൂക്ഷ്മ ശരീരത്തിൻ്റെയും കേന്ദ്രമല്ല, പിന്നെയും മറ്റൊരു തലത്തിൽ നമ്മളോടൊപ്പം നിലനിൽക്കുന്ന കേന്ദ്രമാണ്. ഒരു സമുദ്രത്തിൽ ഒരു തിരമാല, 2 തിര, 3 തിര. ഒരു തിര മറ്റു തിരയോട് പറയുന്നു, സമുദ്രം എവിടെ കാണും? മുകളിലേക്ക് പോയി കാണോ? അത് ആഴത്തിലേക്ക് ചെല്ലുക. ഞാൻ ആഴത്തിലേക്ക് ചെന്നാൽ സമുദ്രവുമായി മുട്ടും എന്ന് പറഞ്ഞാൽ മറ്റേ തിര പറയണേ അങ്ങനെ ആഴത്തിലേക്കൊന്നും പോകണ്ട, ആകാശത്താണ് സമുദ്രം, മുമ്പോട്ട് നോക്കാൻ. അതാണ് സ്ഥിതിയെ. മയി സർവമിതം പ്രോതം സൂത്രേ മണികണേ ഇവ. മയി എന്നാൽ ദൈവികതയാൽ എല്ലാ വസ്തുക്കളിലും എന്നാൽ കോർക്കപ്പെട്ടിരിക്കുന്നു. സൂത്രം ജപമണി, സൂത്രം മണികണ, മണി ജപമണി, സൂത്രം നൂല്. അത് ഇതിൻ്റെ ചുരുക്കതാണ്. ഒരു ജപമണിയിൽ ധാരാളം മണികളുണ്ടാകും. നൂലിനാൽ കോർക്കപ്പെട്ട പോലെ ദൈവികത്താൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ദൈവികത നമ്മുടെ ഒരാളുണ്ടെങ്കിൽ ആ കേന്ദ്രം മറ്റാൾക്കുണ്ടല്ലോ. മറ്റ് ജീവജാലങ്ങളൊക്കെ ഇല്ലേ? അപ്പോൾ ദൈവികത ജപമണിയിൽ നൂല് കോർക്കപ്പെട്ട പോലെ എല്ലാ ജീവജാലങ്ങളിലൂടെയും പോകുന്നു എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ. ഈശ്വര സർവഭൂതാനാം ഹൃദയശാർജുന തിഷ്ഠതി. ദൈവികത സർവ്വജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഉള്ളിലിരിക്കുന്നു. ഹൃദയം ഈ ഹാർട്ടല്ല കേട്ടോ, അല്ലാതെ ഞാൻ പറഞ്ഞ ഉള്ളാണത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ വേറൊരു തമാശ ആ തത്വമസി ബുക്കിൽ കണ്ടത് പറയാം. തത്വമസി പുസ്തകത്തിൽ പറയുന്നത് അത് കേൾക്കേണ്ട രസങ്ങളാണ്. കുറേ ഉപനിഷത്തുക്കൾ കവിതയാണ്, കുറേ ഉപനിഷത്തുക്കൾ ഗദ്യമാണ്, പദ്യവും ഗദ്യവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് സാഹിത്യത്തിൽ ആഴത്തിൽ അറിവില്ലായ്മയെ കാണിക്കുന്നത്? കാരണം ഗദ്യവും പദ്യവും വേർതിരിക്കുന്നത്, ഇപ്പോൾ പദ്യം നോക്കുമ്പോൾ അതിൽ വൃത്തമുണ്ട് അല്ലേ, അലങ്കാരമുണ്ട്, പ്രാസമുണ്ട്, മീറ്റർ, റൈം, ഇതൊക്കെ ഉണ്ട്. അങ്ങനെ എഴുതിയാലാണ് പദ്യമെന്നും അതില്ലാത്ത എല്ലാം ഗദ്യമാണെന്നാണ് ചില കോളേജിലെ അധ്യാപകർ പഠിപ്പിക്കുന്നത്. അല്ല, ശരിക്ക് വ്യത്യാസം പറഞ്ഞു തരാൻ ചുരുക്കി പറയുള്ളൂ കേട്ടോ. ഒരു ആശയം മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നും, ബുദ്ധിപരമായ ചിന്തയിൽ നിന്നും വന്ന് അവതരിപ്പിച്ചാൽ അത് ഗദ്യം. ബെർട്രൻ റസ്സലൊക്കെ എഴുതുന്നത് ഗദ്യമാണ്. ബെർട്രൻ റസ്സൽ ബ്രിട്ടീഷ് ചിന്തകനാണ്, ഗദ്യമാണ്. ഒരാശയം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വന്നാൽ
ഹൃദയത്തിൽ എന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളത് ദൈവികമാണത്. നമ്മുടെ സ്നേഹത്തിൽ നിന്ന് വന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ, ഹൃദയത്തിൽ നിന്ന് വന്നാൽ അത് പദ്യം അഥവാ പോയട്രിയാണ്. അപ്പോൾ എല്ലാ ഉപനിഷത്തുക്കളും പോയട്രിയാണ്. യേശുദേവൻ പറയുന്ന എല്ലാ വാക്യങ്ങളും പോയട്രിയാണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അത് ചിന്തിച്ച് വരുന്നതല്ല, പറയുന്നതല്ല അല്ലേ. ഖുർആൻ പോയട്രിയാണ്. മഹാദിവ്യനാണ് ആര്? നമ്മുടെ നബി. അദ്ദേഹം പറയുന്ന എല്ലാം പോയട്രിയാണ്. കാരണം എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവികമാണ് അതൊക്കെ. ഇപ്പം ഖുർആനോ ഭഗവത്ഗീതയോ ബൈബിള്, പുതിയ ബൈബിൾ പ്രത്യേകിച്ചും പോയട്രിയാണ്. അത് കുറേ ഉപനിഷത്തുക്കൾ പോയട്രി കാവ്യമാണെന്നും കുറേ ഉപനിഷത്തുക്കൾ അല്ലെന്നും പറയുന്നത് എന്താ? അത് ലോകമണ്ഡലത്തിലാണ്. അത്രേ ഉള്ളൂ. അതെ, ഉപനിഷത്തുക്കളിൽ ഇപ്പോൾ തത്വമസി പറയുന്നത് മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യ സാധാരണ ജീവിതവും വെറും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ വൃത്തപരിധിയുള്ള കറക്കം. എന്തെല്ലാം ജോലി ചെയ്താലും, സാധാരണ എന്തെല്ലാം പഠിച്ചാലും, ഏത് സ്ഥാനമാനങ്ങൾ നേടിയാലും, എന്തൊക്കെ ചിന്തിച്ചാലും, എല്ലാ ചിന്തകളും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പെരിഫറി അഥവാ സർക്കംഫറൻസ് അഥവാ വൃത്തപരിധിയുള്ള കറക്കമാണ്, ഉള്ളല്ല എന്നാണ് തത്വമസി എന്ന വാക്യം പറയുന്നത്. നീ അന്വേഷിക്കുന്ന ആ തത്വം നിൻ്റെ ഉള്ളിൽ ആണ്. പിന്നെ ഈ ചില സിമ്പിൾസ് അഥവാ പ്രതീകങ്ങളുണ്ട്. ഏതിലാണ്? ഈ ഉപനിഷത്തിൽ ഒരു കേനോപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്തുണ്ട് അല്ലോ. കേനോപനിഷത്ത് അതില്ലേ ഒരു കാര്യം ഞാൻ ചുരുക്കി പറയാം കേട്ടോ. കേനോപനിഷത്ത് അതായത് കേനോപനിഷത്ത് ചെറിയ ഉപനിഷത്താണ്. അതിൻ്റെ വ്യാഖ്യാനം പലരും എഴുതിയിട്ടുണ്ട്. ഓഷോ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ കേനോപനിഷത്ത് ഏകദേശം 500 പേജുള്ളത് പരമതത്വം എന്ന പേരിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്, പരിഭാഷപ്പെടുത്തി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 500 പേജാണ് കേനോപനിഷത്തിൻ്റെ. ഗുരുവിൻ്റെ വ്യാഖ്യാനം 500 പേജാണ്. കേനോ ഉപനിഷത്തിനെക്കുറിച്ച് ഈ തത്വമസി പുസ്തകത്തിലുള്ളത് വെറും 7 പേജാണ്. ഈ കുട്ടികൾ കോമ്പോസിഷൻ എഴുതുന്ന പോലെ. അതിലങ്ങനെ ഒരു സെൻറ്റൻസ് തമാശയ്ക്ക് വായിക്കാം കേട്ടോ. ശിഷ്യനാവശ്യമുള്ള സമാധാനം എങ്ങനെ ഉപദേശിച്ചു കൊടുക്കണമെന്ന് നിശ്ചയമില്ലാതെ ഋഷി അന്താളിച്ച് നിൽക്കുന്നു. ഋഷി പകച്ചു നിൽക്കുന്നു എന്നർത്ഥം. സമാധാനം തനിക്ക് തന്നെ അറിയുമോ എന്ന് പോലും അദ്ദേഹത്തിന് നിശ്ചയമില്ലാതെ സമാധാനം എങ്ങനെ ഉപദേശിച്ചു കൊടുക്കണമെന്ന് നിശ്ചയമില്ലാതെ ഋഷി അന്താളിച്ച് നിൽക്കുന്നു. പേജ് 198 ബുക്കിൻ്റെ പേര് തത്വമസി. സമാധാനം തനിക്ക് തന്നെ അറിയുമോ എന്ന് പോലും അദ്ദേഹത്തിന് നിശ്ചയമില്ല. സമാധാനം അറിയുമോ എന്ന് നിശ്ചയമില്ലെന്ന് ഋഷിക്ക്. ഋഷി പകച്ചു നിൽക്കുന്നു എന്ന് എഴുതിയ ആൾക്ക് ഋഷിയെക്കുറിച്ച് വല്ലതും അറിയാമോ? വിഷമം കൊണ്ട് ചോദിക്കുന്നതാ. ഋഷിമാരങ്ങനെ അവരൊക്കെ സാക്ഷാത്കാരം നേടിയതാ. ഉപനിഷത്തിൻ്റെ ഋഷി, കേനോപനിഷത്തിൻ്റെ ഋഷി അല്ലേ. അതാണ് വേറെ തമാശ ഈ ബുക്കിൽ. ഒരു തമാശ വേണ്ടി ചൂണ്ടിക്കാണിക്കുക. എല്ലാം ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഇല്ല. അതായത് ആ ഉപനിഷത്തിലെ ചില സിമ്പിൾസ് അഥവാ പ്രതീകങ്ങളുണ്ട്. മനസ്സിലായോ? അതിലൊരു പ്രതീകം തീ അഥവാ അഗ്നിയാണ്. അഗ്നിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അഗ്നി പ്രകാശരൂപമാകയാൽ ജ്ഞാനേന്ദ്രിയം എന്ന് വെച്ചാൽ 5 കണ്ണും മൂക്കും നാക്ക്. തെറ്റാത്. അഗ്നി ശരിക്ക് അത് നമ്മുടെ കണ്ണാണ് പ്രതീകം. കണ്ണിൻ്റെ പ്രതീകമാണ് അഗ്നി. അപ്പോൾ അത് തെറ്റിയിട്ടോ, അത് തെറ്റി. പിന്നെ അങ്ങനെ പറയുന്നത് നോക്കാം, വായു ചലനാത്മകതയുടെ കർമ്മേന്ദ്രിയങ്ങളാണ്. ഒരു വായു ഒരു കേനോപനിഷത്തിലെ ഒരു പ്രതീകം, ഒരു സിമ്പിളാണ്. അതിനങ്ങനെയാണ് പറഞ്ഞ അർത്ഥം കർമ്മേന്ദ്രിയങ്ങളാണെന്നാണ്. വായു കർമ്മേന്ദ്രിയം കൈയും കാലും മൂക്കും സംസാരിക്കുന്ന വായൊക്കെയാണ്. അല്ല, ശരിക്ക് വായു എന്നത് നമ്മുടെ കാതിൻ്റെ പ്രതീകമാണ്. മനസ്സിലായോ? വായുവിൻ്റെ ഭാഗമാണ് കാത്.
അപ്പോൾ അതും തെറ്റി, ആ സിമ്പിളും തെറ്റി. പിന്നെ ഉമ എന്ന ദേവി എന്നത് എന്താ ഇങ്ങനെ പറയുന്നത് ജ്ഞാനദേവിയാണ്. ജ്ഞാനദേവി സരസ്വതിയാണ്. ഉമ എന്നത് ആ ദേവിയല്ല, അതാ താന്ത്രികതയുടെ ദേവിയാണ് ഉമ. താന്ത്രികത അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്, അത് വിശദീകരിക്കുന്നില്ല ഇവിടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉപനിഷത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ആൾ, കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ CU എന്ന് വെച്ചാൽ ചെമ്പിന് പകരം അത് അലുമിനിയം എന്ന് പഠിപ്പിച്ചാൽ അയാൾ കെമിസ്ട്രി അറിഞ്ഞുകൂടെന്ന് അർത്ഥം അല്ലേ. H2O ജലം, അതറിഞ്ഞുകൂടാ. ജലമാണെന്ന് H2O എന്ന് വെച്ചാൽ അത് കള്ളാന്ന് പഠിപ്പിച്ചാൽ അത് കെമിസ്ട്രി അറിഞ്ഞുകൂടെന്ന് അർത്ഥം. അപ്പോൾ ഉപനിഷത്തുക്കളിലെ സിമ്പിൾസ് അഥവാ പ്രതീകങ്ങൾ, ഇപ്പോൾ ഞാനീ പറഞ്ഞ ഉദാഹരണം കെമിസ്ട്രിയിലെ CU H2O ഒക്കെ പ്രതീകങ്ങളല്ലേ, അത് ഓരോന്നും എന്താണെന്നുള്ള അറിഞ്ഞാലല്ലേ കെമിസ്ട്രി അറിയുന്ന അധ്യാപകനാകൂ. അതെല്ലാം തെറ്റിച്ച് പഠിപ്പിച്ചാലാകോ? ഇല്ല. അപ്പോൾ തത്വമസി എന്ന പുസ്തകത്തിൽ പറയുന്ന പ്രതീകങ്ങളെല്ലാം തെറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പേജും വായിക്കാൻ വേണമെങ്കിൽ 202 തത്വമസി എന്ന പുസ്തകം. എന്നിട്ട് ഇങ്ങനെ പറയണ സാറ് കുറ്റം പറയുന്നതല്ല, ആത്മീയ അറിയാനുള്ള മാർഗം പണ്ഡിതന്മാരിലൂടെയല്ല, ഗുരുക്കന്മാരുമായി സമീപിക്കലാണെന്ന് മനസ്സിലാക്കാനാ അല്ലേ. ഇത്തരം പുസ്തകങ്ങൾ വായിച്ചാൽ ഉപനിഷത്ത് മനസ്സിലാകുന്ന പ്രശ്നമില്ല. അവസാനം ഇതിൽ വേറെ തമാശയും വരുന്നുണ്ട് കേട്ടോ, നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഉപനിഷത്തുക്കളിലെ സെൻറ്റൻസിൻ്റെ അർത്ഥം കിട്ടാൻ ആ അർത്ഥം വരുന്ന ഗുരുവിൽ നിന്നാണ്, അല്ലാതെ ഡിക്ഷണറിയിൽ നിന്നല്ല. അപ്പോൾ ആ ഗുരുക്കന്മാരുമായിട്ട് നമുക്ക് അടുത്ത പരിചയമുണ്ടെങ്കിൽ ആ അർത്ഥത്തിലേക്ക് പോകാൻ പറ്റൂ. ഈ ഉപനിഷത്തുക്കളുടെ വേറെ പേര് വേദാന്തം എന്നാണ്. അതൊരു ശാസ്ത്രമാണ്. അതിന് ഇന്ന മതഗ്രന്ഥം എന്ന്, ഇന്ന മതത്തിൻ്റെ ഗ്രന്ഥമെന്ന് ഒന്നുള്ള ആരും ലേബിൾ ചെയ്തിട്ടില്ല. പണ്ടുണ്ടായ ശാസ്ത്രം അത്. പിന്നെ ആ പുസ്തകങ്ങൾ ഇന്ത്യനാണെന്ന് പറയാം, അത്രേ ഉള്ളൂ കേട്ടോ. അത് ഉപനിഷത്ത് ഇന്ന മതക്കാരുടെയാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്, അത് അവകാശപ്പെട്ടോട്ടെ, വിഷമിക്കണ്ട. പക്ഷേ സത്യത്തിൽ അത് ആരുടെയും അല്ല, സയൻസാണ്. ഇനി നമ്മളുടെ മനസ്സ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെയെന്നാണ് പറഞ്ഞത്? നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ വൃത്തപരിധിയില്ല, നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രത്തിലല്ല. അപ്പോൾ ഈ വ്യക്തിത്വത്തിൻ്റെ വൃത്തപരിധിയിലുള്ള ഈ ചിന്ത അല്ലേ, അതിൽ കിടന്ന് തിരിഞ്ഞ് മരണം വരെ മനുഷ്യൻ പോകും. അയാളുടെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രം അറിഞ്ഞില്ലെങ്കിൽ മരണമില്ലാത്ത വല്ലതും അയാളുണ്ടോയെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നും ദുഃഖിച്ചും വിഷമിച്ചുമാണ് അയാൾ ജീവിക്കുന്നത്. വളരെ ആലോചിക്കുന്നുമില്ല. ഇവിടെ ഏതാണ്ട് 10,000 കൊല്ലം ജീവിക്കാൻ എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവരുണ്ട്. വെറും ക്ഷണികമാണ് നമ്മുടെ ജീവിതം. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നിർത്താട്ടോ, അധികം നീണ്ടുപോകില്ല. നമ്മൾ പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി രാജസിംഹാസനം, രാജാവിൻ്റെ സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറായി ശ്രീരാമൻ. ആ കഥയിൽ ആ സംഭവമാണത് അല്ലേ. അപ്പോൾ ലക്ഷ്മണനൊക്കെ പറയും ദേഷ്യപ്പെട്ട്, എന്തോ ഒരു അമ്മ പണ്ടൊരു വാക്ക് ഫാദറിന് കൊടുത്തിരുന്നു, മാതാവ്. അതുവഴി അത് പാലിക്കാൻ അമ്മയുടെയൊക്കെ കുശുമ്പല്ലേ അത്. മര്യാദക്കല്ല പിതാവെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടുകൊണ്ട് അങ്ങ് ഭരിക്കൂ രാജ്യമെന്ന് രാമനോട് പലരും പറയുന്നുണ്ട്. രാമൻ പറയുന്നത് എന്താണെന്നറിയാമോ? അത് നമുക്ക് പിടിച്ചെടുക്കാമെന്നല്ല, ഒറ്റ സെൻറ്റൻസാണ്. രാജാവിൻ്റെ സ്ഥാനം നൈനിമിഷകമാണ്, വെറും താൽക്കാലികമാണ്. നമുക്ക് തോന്നുകയാണ് കുറേ നാളുണ്ടെന്ന്. അങ്ങനെ തോന്നിക്കുന്ന ശക്തിയെ വേദാന്തത്തിൽ മായാശക്തി എന്നാ പറയാം. നമ്മൾ കുറേ കാലം ഭരിക്കുന്നു തോന്നില്ലേ, പെട്ടെന്ന് പോകുന്നത്. വെറും നൈമിഷികം, ക്ഷണികമാണ് രാജസ്ഥാനമെന്ന് രാമൻ പറയുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ക്ഷണികമായ ഈ ജീവിതത്തിന് ചുറ്റിക്കറങ്ങി അതിനോട് അള്ളിപ്പിടിക്കലിന് അറ്റാച്ച്മെൻ്റ് എന്ന് പറയും.
രാഗമെന്ന് പറയും. അള്ളിപ്പിടിക്കൽ കുറഞ്ഞാലേ ആത്മീയതയിലേക്ക് തിരിയാൻ പറ്റൂ. വൈരാഗ്യം എന്ന വാക്കുണ്ട് സംസ്കൃതത്തിൽ. രാഗമില്ലായ്മ, ഈ താൽക്കാലികമായ വസ്തുക്കളോട് ഒട്ടിപ്പിടിക്കായിക. വൈരാഗ്യബുദ്ധി വന്നാലേ നമുക്കെന്തിനു പറ്റൂ? ആത്മീയ അന്വേഷണം വഴി സ്ഥിരമായതിന് അറിയാൻ പറ്റൂ, ദൈവമുണ്ടോ എന്ന് അറിയാൻ പറ്റൂ. അപ്പോഴാണ് യേശു പറഞ്ഞതോ നബി പറഞ്ഞതോ ഋഷിമാർ പറഞ്ഞതോ നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? ഇനി വേറെ തമാശ പറഞ്ഞ് നിർത്താൻ കേട്ടോ, തമാശയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ് കേന്ദ്രമെന്ന് പിടിയില്ലെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ട് ധ്യാനം എന്താണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ധ്യാനം ആണ് ഉപനിഷത്തുക്കൾ വിധിക്കുന്ന സാക്ഷാത്കാരത്തിൻ്റെ മാർഗം. സാക്ഷാത്കാരം സത്യം മനസ്സിലാക്കലിൻ്റെ മാർഗം. വിചാരത്തിൻ്റെ സത്യാഭിമുഖമായ അനുസ്യൂത പ്രവാഹമാണത്. വിചാരത്തിൻ്റെ സത്യത്തിന് അഭിമുഖമായ അനുസ്യൂത പ്രവാഹമാണത്. അപ്പോൾ ഗുരുക്കന്മാരുമായിട്ട് സമ്പർക്കമില്ലെങ്കിൽ ഇത്തരം മണ്ടത്തരമാണ് ധ്യാനമെന്ന് വിചാരിക്കും. ഇത് കേട്ടുകൊണ്ട് ആർക്കും ധ്യാനിക്കാൻ പറ്റില്ല. നന്നായി, അല്ലേ? ഒരു കാര്യം, ഒരു സൂചന കൊള്ളാം. ധ്യാനമാണ് സാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗം. ഓക്കെ, സമ്മതിച്ചു. ഇത് സാക്ഷാത്കാരം, സത്യത്തെ മനസ്സിലാക്കൽ. ഏത് സത്യം? അവനവൻ്റെ ഉള്ളിലുള്ള സത്യത്തിലെ മനസ്സിലാക്കൽ. സത്യത്തിലേക്ക് നീങ്ങുവാൻ ധ്യാനം ചെയ്യണമെന്ന് ഇദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കുന്നു. ധ്യാനം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കാം. വിചാരത്തിൻ്റെ സത്യത്തിനഭിമുഖമായ പ്രവാഹം. വിചാരം പ്രയോഗിക്കുന്നു, സത്യത്തിന് നേർക്ക് പ്രയോഗിക്കുന്നു. അതെങ്ങനെ? സത്യം എന്താണെന്ന് അറിയാതെ വിചാരം പ്രയോഗിക്കാൻ പറ്റുമോ? സത്യത്തിന് നേരെ വിചാരം പ്രയോഗിക്കുന്നു, ഒഴുകുന്നു. സത്യത്തിന് നേർക്ക് വിചാരത്തിൻ്റെ ഒഴുക്കാണ് ധ്യാനം. വിചാരത്തിൻ്റെ ഒഴുക്കല്ല ധ്യാനം, അല്ലേ? എത്ര കാലം നമ്മൾ സത്യം അറിയാതെ നമ്മൾ വിചാരിക്കുന്നതെല്ലാം സങ്കല്പമാണ്. അത് എന്തെല്ലാം നമ്മൾ ചിന്തിക്കുന്നോ ആ ചിന്തയെല്ലാം നമ്മുടെ വൃത്തപരിധിയിലാണ്, അല്ലേ? സത്യത്തെക്കുറിച്ച് ചിന്തിച്ചാലും അത് വൃത്തപരിധിയാണ്. ശരിക്കും സത്യം അറിയാവുന്നവന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഋഷിമാർ സത്യം ചിന്തിച്ചല്ല, നേരിട്ട് ദർശിച്ചവരാ. എന്താ ചിന്തിക്കാൻ കാരണം? അറിയില്ല. അറിയാമെങ്കിലോ ചിന്തിക്കണ്ട. അപ്പം സത്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പ്രവാഹം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എന്താ? ലോകമണ്ടത്തരോ? ഇനി യഥാർത്ഥത്തിൽ ധ്യാനം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ വൃത്തപരിധിയിലുള്ള കറക്കം, ചുവിയിൽ കിടന്ന് നമ്മൾ തിരിയുന്ന പോലെ തിരിച്ചിൽ, ചിന്തയിലേക്ക് ഇറക്കം. അതിൽ നിന്ന് നമ്മൾ അത് നിർത്തണം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ശമിപ്പിക്കണം. ചിന്തയെ ശമിപ്പിക്കണം. അപ്പോൾ നമ്മൾ പതുക്കെ ആ വൃത്തപരിധി, നമ്മൾ ജീവിക്കുന്ന വൃത്തപരിധിയിൽ നിന്നും നമ്മൾ അകത്തേക്ക് നീങ്ങാൻ തുടങ്ങും. അതാണ് ധ്യാനം. ചിന്തയെ നമ്മൾ ശമിപ്പിക്കണം, ശക്തി ശമിപ്പിക്കണം. അതെന്തെങ്ങനെ സൂചിപ്പിക്കാം? ഒരു കുളത്തിൽ ധാരാളം തിരമാലകളുണ്ട്, ഓളങ്ങളുണ്ട്. കുളത്തിനടിയിൽ ഒരു വജ്രമോതിരം കിടക്കുന്നു, കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പതുക്കെ പതുക്കെ ശാന്തമാകുന്നു. ഈ വേവ്സ് ശാന്തമാകുമ്പോൾ അടിയിൽ കിടക്കുന്ന ആ വസ്തു നമുക്ക് കാണാം. ഇതുപോലെ ചിന്തകളെ പ്രവഹിപ്പിക്കുകയല്ല വേണ്ടത്, ചിന്തകളെ ശാന്തമാക്കുകയാണ് വേണ്ടത്, സെറ്റിൽ ചെയ്യുകയാണ് വേണ്ടത്. അതിന് ധാരാളം ധ്യാന ടെക്നിക്കുകളുണ്ട്. ഒരു ടെക്നിക്ക് മുഴുവൻ നമ്മൾ ഇത്തരം ക്ലാസ്സിലൂടെ പറയുന്നത് പ്രായമില്ല എങ്കിലും സൂചിപ്പിക്കാം. നമ്മൾ ചിന്ത വരുമ്പോൾ ആ ചിന്തകളെ നിരീക്ഷിക്കുക. എങ്ങനെ? നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള ലേബലിങ് കൂടാതെ മുദ്ര കുത്തരുത്. ഈ ചിന്ത നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചിന്തയോടൊട്ടും. ഈ ചിന്ത മോശമെന്ന് പറഞ്ഞാലും ചിന്തയോടൊട്ടും. ചിന്ത നല്ലതാകട്ടെ മോശമാകട്ടെ നമ്മളതിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. കണ്ണടച്ചിട്ട് ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരുന്ന് ചിന്തയെ നിരീക്ഷിക്കുക. നമ്മൾ റോഡ് സൈഡിലിരിക്കുന്നു, വാഹനങ്ങൾ പോകുന്നു. ആ വാഹനം നല്ലത്, ഈ വാഹനം ചീത്ത, ഈ വാഹനത്തിന് ഇത്ര കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുക, വിലമതിക്കാതെ. അപ്പോൾ അത് ആ രീതിയിൽ
ചിന്തകളെ നിരീക്ഷിക്കുക, വാച്ച് ചെയ്യുക. അത് നിരന്തരം വാച്ച് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ചിന്തകളുടെ ആ കറക്കം കുറഞ്ഞ് വരുന്നത് കാണാം. അതാണ്. പിന്നെ ഇരുന്ന് ധ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട രീതികൾ എപ്പോഴെങ്കിലും അവസരം വരുമ്പോൾ പറയാമെന്നല്ലാതെ ഒറ്റയടിക്കത് പറയുന്നത് ശരിയല്ല. മനസ്സിലാക്കേണ്ട കാര്യം ചിന്തകളെയും വൈകാരികതയെയും സബ്സൈഡ് ചെയ്യുക, സെറ്റിലാക്കുക, ശമിപ്പിക്കുവാനുള്ള ശ്രമമാണ് ധ്യാനം. കേന്ദ്രത്തിലേക്ക് നീങ്ങുവാനുള്ള വഴി. അത് ഏകാഗ്രതയുമല്ല. എന്താ ഏകാഗ്രത? ഏതെങ്കിലും ഒരു ചിന്ത മറ്റു ചിന്തയെ മാറ്റി നിർത്തുക, അത്രേ ഉള്ളൂ. ഏതെങ്കിലും വസ്തുവിൽ മാത്രം മനസ്സ് നിർത്തുക, ഏതെങ്കിലും സ്ഥലത്തോ സ്ഥാനത്തോ മനസ്സ് നിർത്തുക, ബാക്കിയെല്ലാം ഒഴിവാക്കുക. ഏതെങ്കിലും സ്ഥലത്ത് മനസ്സ് നിർത്തിയാൽ നമ്മളുടെ ബോധം ഉള്ളിലേക്ക് നീങ്ങില്ല. ഈ ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുന്നത് ചിന്തകളല്ലാത്ത ഒരു അവബോധം കൊണ്ടാണ്, അല്ലേ? ഇപ്പം ഞാൻ ഒരാൾ ചിന്തിക്കില്ല, ഞാൻ ഇന്ന ആളാകുന്നുള്ള ചിന്തയുണ്ടല്ലോ, അതിനെ നിരീക്ഷിക്കുന്ന ഒരു അവബോധം, ഒരു ബോധത്തിൻ്റെ ഒരു തീപ്പൊരി നമ്മളുടെ ഉള്ളിലുണ്ട്. അതാണ് ചിന്തയെ നിരീക്ഷിക്കുന്നത്. അപ്പം ചിന്തകളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക, അതിനോട് ഒട്ടിച്ചേർക്കലില്ലാതിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടേ ശീലിച്ചാൽ അത് ധ്യാന സമാനമാണ്. ചിന്തകളുടെ പ്രവാഹമല്ല, ചിന്തകളെ നിരീക്ഷിക്കലാണ്, ചിന്തയിൽ നിന്ന് മാറി നിൽക്കലാണ് എന്ത് ധ്യാനത്തിൻ്റെ തുടക്കം. ധ്യാനത്തിന് ധാരാളം ടെക്നിക്കുകളുണ്ട്. ഇത് ഏതെങ്കിലും മതത്തിൻ്റെ കുത്തകയൊന്നുമല്ല കേട്ടോ. മഹാനായിട്ടുള്ള ലോകത്തിൻ്റെ തന്നെ മുത്തായിട്ടുള്ള മുഹമ്മദ് നബി ധ്യാനിക്കുമായിരുന്നു. അങ്ങനെ ഗുഹയിൽ പോയിരുന്നു ധ്യാനിക്കുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് അതിൻ്റെ ഫലം വരും. കാരണം നിഷ്കളങ്ക മനസ്സുള്ളവർക്ക് വേഗം വരും. മഹാവീരൻ രാജാവിൻ്റെ മകനാണ്, വർത്തമാന ജൈന മതസ്ഥാപകൻ. അദ്ദേഹത്തിന് വർഷങ്ങളോളം ഇരിക്കേണ്ടി വന്നു. യേശുവിനോ ഏതാനും മാസങ്ങൾ, 10-40 ദിവസം കൊണ്ട് തന്നെ മനസ്സിൽ മാറ്റങ്ങൾ വന്നു. യേശുവിന് 40 ദിവസം, അതിലും കുറവാണ് മുഹമ്മദ് നബിക്ക്. അങ്ങനെ ധ്യാനിക്കുന്നുണ്ട്. കട്ടകാലത്തിന് മുഹമ്മദ് ധ്യാനിക്കുന്നതിനെ കുറിച്ച് ആരും പറയുന്നില്ല. അതെന്നായി മനസ്സിലായില്ലേ? ഒരു ഹുറ എന്ന ഒരു ഗുഹയിൽ പോയിരുന്ന് അദ്ദേഹം ധ്യാനിക്കുന്നുണ്ട്, ചിന്തകൾ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തി കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിന് കടക്കാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഋഷിയാണ്. ആര്? മുഹമ്മദ് നബി ഋഷിയാണ്. ഇന്ത്യയിലെ ആളുകൾ ഋഷി എന്ന് പറയും, നമ്മൾ അറബിയിൽ എന്ത് പറയും? നബി എന്നോ പ്രവാചകനോ പറയും. തെറ്റുകൾ കേട്ടോ, ഇഷ്ടംപോലെ നമുക്ക് പറയാം, അല്ലേ? ഞാൻ അടുത്ത് വരാൻ പോകുന്ന പ്രഭാഷണത്തിൽ അല്ലാഹുവും തത്വമസി എന്നും പറഞ്ഞ് ഒരു പോയിൻ്റ് പറയണം. അല്ലാഹു എന്നുള്ളത് ഒരു സെൻറ്റൻസാണ്, ഒരു വാക്കല്ലാതെ കേട്ടോ. അതും ജ്ഞാനികൾ കണ്ടെത്തിയ വാക്കായതുകൊണ്ട് ജ്ഞാനികളുമായി ബന്ധപ്പെട്ടവർ അത് പറഞ്ഞു തരും. അപ്പോൾ ഇപ്പം നമുക്ക് സമയക്കുറവായതുകൊണ്ട് അടുത്തൊരു പ്രഭാഷണത്തിൽ അത് പറഞ്ഞു തരും. ഇപ്പം ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, ലോകത്തുള്ള എല്ലാ മതത്തിൻ്റെ ആചാര്യന്മാരും ഒരേ ജ്ഞാനമുള്ളവരും ഒരേ മഹത്വമുള്ളവരുമാണ് എന്നത് ഒരു മഹാസത്യമാണത്. അതും മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇനി പറഞ്ഞതിൻ്റെ മുഴുവൻ ചുരുക്കം ഇതാണ്: മനുഷ്യൻ ജീവിക്കുന്നത് അയാളുടെ വ്യക്തിത്വത്തിൻ്റെ വൃത്തപരിധിയിലാണ്. ഒരാൾ വീടിൻ്റെ വരാന്തയിൽ ജീവിക്കുന്ന പോലെ അകത്തേക്ക് കിടക്കാതെ ആ വൃത്തപരിധിയിൽ ജീവിച്ചുകൊണ്ടാണ് സ്ഥാനമാനങ്ങൾ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അല്ലേ, ഭയങ്കര ഉദ്യോഗസ്ഥൻ, എല്ലാം വൃത്തപരിധിയിലെ ജീവിതം. മനുഷ്യൻ ആത്മീയ അന്വേഷണത്തിലൂടെ അവനവൻ്റെ ഉള്ളു മനസ്സിലാക്കിയില്ലെങ്കിൽ മനുഷ്യജീവിതം വ്യർത്ഥമാണ്, പാഴാണ്. അതാണ് വേറെ കാര്യം പറയാനുള്ളത്. പിന്നെ ലോകത്തുള്ള സർവ്വമതങ്ങളുടെയും അടിസ്ഥാന സത്ത് ഒന്നാണ്, അതും മനസ്സിലാക്കണം. അതാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണും. സ്നേഹപൂർവ്വമുള്ള സഹകരണമാണ് വേണ്ടത്. സ്നേഹമെന്നതും ദൈവികമായ കാര്യമാണ്, പങ്കുവെക്കലും ദൈവികമായ കാര്യമാണ്. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ തൽക്കാലം നമ്മുടെ ക്ലാസ് നിന്നും പിന്തിരിയുന്നു. അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുമെന്ന് അറിയാം.
നമസ്തേ.